നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ K-pop ഐഡിയൽസ് അല്ലെങ്കിൽ K-pop ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കുറച്ച് കപ്പിൾസിന്റെ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് വരുന്ന ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്നാണ് ഇന്ന് രാവിലെ ഞാനൊരു കമന്റ് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്, ഇങ്ങനത്തെ ഡ്രാമാസ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കുറേ K-pop റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഓരോ പാഷൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ പാഷനുള്ള ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ബെസ്റ്റ് നല്ല കണ്ടന്റ് ഫണ്ണായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ഉള്ള ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് ഇമിറ്റേഷൻ. 2021 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഇമിറ്റേഷൻ. ഇതും മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് കേട്ടോ ഈ ഡ്രാമയിൽ പറയുന്നത്. അതായത് ഇപ്പൊ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ റൂക്കി ഗേൾ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് നമ്മുടെ കഥയിലെ നായിക. അതേ ഇൻഡസ്ട്രിയിലെ തന്നെ വലിയൊരു ടോപ്പ് ബോയ് ബാൻഡിലെ ഒരു മെമ്പറാണ് നമ്മുടെ കഥയിലെ നായകനും. അപ്പൊ ഒന്നെന്ന് വെച്ചാൽ നടൻ ഓൾറെഡി ടോപ്പിലുള്ള ഒരു സ്റ്റാർ ആണ്, നടിയാണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ അവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടോപ്പ് ആവുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം. പക്ഷെ ഇവര് തമ്മിൽ ക്ലോസ് ആവുകയും ഇവര് തമ്മിലുള്ള ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കാണാനായിട്ടൊക്കെ ഭയങ്കര രസമാണ്. കാരണം ആ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, കാരണം ഓൾറെഡി ഇവര് ഫേമസ് ആണല്ലോ. അപ്പൊ ആൾക്കാരൊക്കെ കാണാണ്ടാണല്ലോ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ട് നടക്കേണ്ടത്. ആരും അറിയാൻ പാടില്ലല്ലോ, അങ്ങനെ ആയിരിക്കണല്ലോ. നിങ്ങൾക്ക് ഏകദേശം കൊറിയൻ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് സീക്രട്ട് ആക്കി വെക്കണം, ആൾക്കാർ അറിയരുത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് നോക്കണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവര് തമ്മിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല കോമഡി റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ്. പിന്നീടുള്ള സ്റ്റോറിയൊക്കെ നിങ്ങൾ കണ്ട് തന്നെ അറിയണം കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പിസോഡ്സ് വേഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, കാരണം നമുക്ക് ബോറടിക്കില്ല, ഓരോ എപ്പിസോഡ്സും ബോറടിക്കില്ല. അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ ജങ് ക്യോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ജങ് സീസോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. കാരണം റൊമാൻസും അതേപോലെ തന്നെ ഇവരുടെ പാഷനും കൂടിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെങ്ങനെയായിരിക്കും അപ്പൊ ഇവര് ഡീലാക്കുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ട് തന്നെ അറിയണം കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് ദ ലയർ ആൻഡ് ഹിസ് ലവർ. 2017 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇതും മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കഥയിലെ നായിക ഇതിലൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. അവളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, അവള് ഗിറ്റാറിസ്റ്റ് ആണ്, അവൾക്ക് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഒക്കെ ഉണ്ട്. കാരണം അവളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ വെച്ചിട്ടാണ് ആ ഒരു ബാൻഡ് ഒക്കെ ഉള്ളത്. സോ അവളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലോട്ട് കയറുക, അതേപോലെ തന്നെ പാട്ട് പാടുക എന്നുള്ളതാണ് അവളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേട്ടോ. ശേഷം അവൾ ആരെ മീറ്റ് ആക്കുകയാണ്? നമ്മുടെ കഥയിലെ നായകനെ മീറ്റ് ആക്കുകയാണ്. നായകനാണെങ്കിൽ അതേ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ മ്യൂസിക് റൈറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവര് കോയിൻസിഡൻസിൽ ഇവര് മീറ്റ് ആക്കുകയാണ്. പിന്നീട് ഇവര് പ്രണയത്തിലാവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദ ലയർ ആൻഡ് ഹിസ് ലവർ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലയർ നമ്മുടെ കഥയിലെ നായകനാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ ലയർ എന്ന് വിശേഷിപ്പിക്കുന്നത്? അതായത് നൊണയൻ എന്ന് എന്തുകൊണ്ടായിരിക്കും അയാളെ വിശേഷിപ്പിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. ഇത് നല്ലൊരു കോമഡി ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. നിങ്ങൾക്ക് ഫണ്ണായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ ഹ്യോൻ വു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ജോയ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ജോയ് പറയുന്ന ആക്ട്രസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. റെഡ് വെൽവെറ്റ് എന്ന് പറയുന്ന ഗേൾ ഗ്രൂപ്പിലെ മെമ്പർ ആണ് കേട്ടോ ജോയ്. അപ്പൊ ജോയ് ശരിക്കും ഇതിലെ ആക്ട്രസും സിംഗറും ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ആക്ട്രസ് ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട്രസ് ഇതിൽ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് നല്ല സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. തേർഡ് ഡ്രാമയാണ് സോ ഐ
മാരീഡ് ആൻഡ് ആന്റി ഫാൻ 2021 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് സോ ഐ മാരീഡ് ആൻഡ് ആന്റി ഫാൻ. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായിക ഒരു റിപ്പോർട്ടർ ആണ് കേട്ടോ. കഥയിലെ നായകനാണെങ്കിൽ അവിടുത്തെ വലിയൊരു K-pop സ്റ്റാർ ആണ്. സോ ഇവര് തമ്മിൽ എന്തായിരിക്കും സ്റ്റോറി എന്ന് പറഞ്ഞാല് നമ്മുടെ കഥയിലെ നായികയ്ക്ക് ഉണ്ടല്ലോ നടൻ കാരണം അവളുടെ ജോലി പോവാണ് കേട്ടോ. സോ ഇവള് ഭയങ്കരമായിട്ട് ഇവനെ വെറുക്കാൻ തുടങ്ങി, ഒരു ആന്റി ഫാനായി. അതുകൊണ്ട് തന്നെ അവള് ഫേമസ് ആയി, കാരണം വെറുക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ അവള് ഫേമസ് ആയിട്ടോ. ശേഷം കഥ ആകെ മാറുകയാണ്. എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇവര് പിന്നീട് എങ്ങനെയായിരിക്കും മീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കുക, ഇവരുടെ സ്റ്റോറി എങ്ങനെയായിരിക്കും പോകുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടെന്നെ അറിയണം കേട്ടോ. ഭയങ്കര ഫണ്ണാണ് ഇത് കാണാനായിട്ട്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു റിപ്പോർട്ടറും ഒരു ആക്ടറും തമ്മിൽ എങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്ന അവരുടെ വർക്ക് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇവരുടെ എല്ലാ പേഴ്സണൽ ലൈഫും കുത്തി കുത്തി അറിയാനും ഓരോ റൂമേഴ്സ് ഉണ്ടാക്കാനും മിടുക്കന്മാരാണ് ഈ റിപ്പോർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു നടി ഇവനെങ്ങനെ മീറ്റ് ആക്കും, ഇവർ തമ്മിൽ എങ്ങനെ ഇഷ്ടത്തിലാവോ, ഇവരുടെ ലൈഫ് പിന്നെ എങ്ങനെ ആയിരിക്കും എന്നെല്ലാമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അതാണ് സോ ഐ മാരീഡ് ആൻഡ് ആന്റി ഫാൻ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നതും. അപ്പൊ ഇത് ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചോയ് ടേ ജൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ചോയ് സൂ യങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര കോമഡിയാണ് ഇതില്. ഓക്കെ, അപ്പൊ നിങ്ങളത് കണ്ടെന്നെ അറിയണം കേട്ടോ. 4th ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് സ്റ്റാർസ് കേട്ടോ. ഇതിലെ K-pop ഐഡിയൽ ആരാന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായകനാണ്. നായികയാണെങ്കിൽ ഇവൻ വർക്ക് ചെയ്യുന്ന ഏജൻസിയിലെ PR ടീമിലെ ഒരു ലീഡർ ആണ് കേട്ടോ. സോ ഒരുപാട് വർക്കുകൾ, അതായത് ഇപ്പൊ നടന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഇവളാണ് ഡീലാക്കുന്നത്. കാരണം ഇവള് നടന്മാരെയും നടിമാരെയും എല്ലാം ഡയറക്റ്റ് ആയിട്ട് കാണുകയാണല്ലോ. കാരണം നമുക്ക് അറിയാം, ഒരു ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഡെയിലി നമ്മൾ കാണുന്നതുകൊണ്ട് വലിയ ഫാനൊന്നും നമ്മളായിരിക്കില്ല. അല്ലെ, നമ്മളിപ്പോ ഒരു ഡെയിലി ഒരാൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ, കാരണം അവരെ പറ്റി നമുക്ക് എല്ലാം അറിയാലോ. സോ അങ്ങനെ ഒരു റിലേഷൻ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ വർക്കുകൾ ഡീലാക്കുന്നത്, അവള് സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ ഇതിൽ നടന് ഫസ്റ്റ് ഒക്കെ ഭയങ്കര ശത്രുക്കളാണ്, പിന്നീടാണ് ഇവര് പ്രണയത്തിലാവുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സീനൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവര് പിന്നീട് എങ്ങനെയായിരിക്കും ഇഷ്ടത്തിലാവുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം യങ് ടേ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ലീ സങ് ക്യൂങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഈ ആക്ട്രസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഡോക്ടർ റൊമാൻറ്റിക്കിൽ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2014 റിലീസ് ആയിട്ടുള്ള മൈ ലവ്ലി ഗേൾ കേട്ടോ. ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായകൻ ഉണ്ടല്ലോ ഒരു ഏജൻസിയിലെ പ്രസിഡന്റ് ആണ് കേട്ടോ. വലിയൊരാളാണ് പുള്ളി. നമ്മുടെ കഥയിലെ നായികയ്ക്കാണെങ്കിൽ ഒരു മ്യൂസിക് റൈറ്റർ ആവണം എന്നാണ് കേട്ടോ ആഗ്രഹം. പക്ഷെ അവൾക്ക് പാഷൻ മാത്രമേ കൂടെ ആരും ഇല്ല. അവളുടെ ഡ്രീം അച്ചീവ് ആക്കാൻ വേണ്ടിയിട്ട്, അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യലി അവള് ഭയങ്കര ഡൗണും ആണ്. പക്ഷേ ഇവള് കോയിൻസിഡൻസ് ആയിട്ട് നമ്മുടെ കഥയിലെ നായകനെ മീറ്റ് ആക്കുകയാണ്. ശേഷം ഇവളുടെ ആ ഒരു ഡ്രീം അച്ചീവ് ആവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് മൈ ലവ്ലി ഗേൾ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പറയുന്ന ഒരു ഡ്രാമയാണ്. സോ ഇത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ക്രിസ്റ്റൽ ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും റെയിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. ഈ ഒരു കൊറിയയിലുണ്ടല്ലോ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഡ്രാമയിലുണ്ടല്ലോ ഒരു ആക്ട്രസ് പാട്ടുകാരി ആണെങ്കിൽ അത് റിയാലിറ്റിയിലും അവർ പാട്ടുകാരി ആയിരിക്കും, ഡാൻസർ ആണെങ്കിൽ റിയാലിറ്റിയിലും അങ്ങനെയായിരിക്കും. ഒരു K-pop സ്റ്റാർ എന്ന ക്യാരക്ടറാണ് ഒരാൾ ആക്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം റിയാലിറ്റിയിലും ഒരു K-pop സ്റ്റാർ ആയിരിക്കും. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് കറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്തത്. കാരണം ഇവർ ആക്ട് ചെയ്യാണെന്ന് ചിലപ്പോൾ തോന്നത്തേ ഇല്ല, ഇവര് ചിലപ്പോൾ ജീവിക്കുന്ന പോലെയാണ് ഇതിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ ഡ്രാമയിൽ അഭിനയിക്കുന്ന റെയിൻ എന്ന് പറയുന്ന ആക്ടർ റിയാലിറ്റിയിലും അദ്ദേഹം സോങ് റൈറ്ററും ആണ്, ആക്ടറും ആണ്, സിംഗറും ആണ് കേട്ടോ. എല്ലാ ടാലന്റും ഇതിലെല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് കഥ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് മൈ ലവ്ലി ഗേൾ. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണേ.
അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടുള്ള K-pop ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സ്റ്റോറീസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിലുണ്ടല്ലോ ഈ 5 ഡ്രാമകളിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമകൾ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇനി വേറെ ഒരുപാട് ഡ്രാമകൾ ഉണ്ട്, പക്ഷെ അതിലൂടെയൊക്കെ സൈഡിലൂടെ മാത്രമാണ് ഈ K-pop ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ വേറെ കണ്ടന്റുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രാമകളൊന്നും സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം. കൂടാതെ ഉണ്ടല്ലോ ഹിറ്റ് ദ ടോപ്പ്, അതേപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 2 ഡ്രാമകളുണ്ട്. ഈ 2 ഡ്രാമയിലും K-pop ഇൻഡസ്ട്രിയെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽസ് പറയാതിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 2 ഡ്രാമകൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടു നോക്കൂ, ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും കൂടി ജസ്റ്റ് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.